തിന്നുന്ന എടുത്ത് കയ്യിലെടുത്ത് പിടിച്ചാണ് നോക്കട്ടെ. അല്ല പിന്നെ കഴിക്കണ്ടേ ഇത്, മനുഷ്യർ കഴിക്കാൻ പാടില്ല. ഇതൊക്കെ പരിഷ്കാരികൾ ഉപയോഗിക്കുന്നത്. ഹേ ഗായ്സ്, നൈറ്റ് ഫുഡ് അടി വീഡിയോയിലേക്ക് എല്ലാവർക്കും. അതുമല്ല നമ്മുടെ പ്രവീൺ മൃദുല എന്നുള്ള പുതിയ ചാനലല്ല, പഴയ ചാനലിലെ ആദ്യത്തെ ഒരു വീഡിയോയുമായി നല്ലൊരു തുടക്കമായി തുടങ്ങട്ടെ സുഹൃത്തുക്കളെ. കുറെ നാളെ നമ്മൾ ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് പല്ലിനകത്ത് നിറച്ച് ലിപ്സ്റ്റിക്ക്. ഈ പല്ലിനകത്ത് ഈ ലിപ്സ്റ്റിക്ക് ആരാ അടിക്കുന്നത്? പോയി ആ ഫ്ലോ പോയി പല്ലി ലിപ്സ്റ്റിക്ക് ഫ്ലോ പോയി. നോക്ക് ഗൈസ്, നാച്ചുറൽ. ഇതൊക്കെ പിഗ്മെന്റഡ് ആണ്. പിഗ്മെന്റഡ് ഒരാഴ്ച അടുപ്പിച്ച് ലിപ്സ്റ്റിക് ഇട്ടാ മതി. ഇടത്തില്ല, നമുക്ക് ലിപ്സ്റ്റിക്കിന്റെ ആവശ്യം. നമുക്ക് ജന്മന ഉള്ള ഒരു ബ്യൂട്ടീഷ്യൻ ഉള്ളത്. ഭയങ്കര ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവാണ്. ഇത് മൃദുലയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഷർട്ടാണ് കേട്ടോ. ഭയങ്കര അടിപൊളി മെറ്റീരിയൽ ആണ്. ജീൻസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാനായിട്ട് നൈസ് ആണ്. ഇവിടെ ഒരാൾ ഒന്നും പറയുന്നില്ല, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിക്കുക. സോറി, അച്ഛൻ പരിഗണിച്ചില്ല. ഇതാണ് അമ്പൂട്ടന്റെ പുതിയ ഡ്രസ്സ്. 199 രൂപയേ ഉള്ളൂ. 199 രൂപയുടെ ഡ്രസ്സാ. നാറ്റിച്ചമ്പൂ തിന്നെ ഞങ്ങള് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുട്ടപ്പനായിട്ട് കുളിച്ച് കുട്ടപ്പനായിട്ട് അങ്ങോട്ട് എന്തോ ഒരു മുടിയാടി ഇത്. ഞാൻ കുളിച്ചൊന്ന് കേറി ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. ബാബുവാ, ഇങ്ങനെ പോയാൽ മതി. ഇനി ഒരുങ്ങാൻ സമയം തരത്തില്ല. നമുക്ക് ഒരുങ്ങാൻ സമയം കൊടുക്കാറില്ലേ അമ്മ? ഞാൻ കണ്ട കുളിക്കാൻ കയറി കുറെ നേരം എടുത്ത്. കണ്ട അമ്മ കുറ്റം പറഞ്ഞു. കണ്ട ഒരു 20 മിനിറ്റ് മതി കുളിക്കാൻ. ഇത് അമ്പൂട്ടിന് പുതിയ കളിപ്പാട്ടോ. അതുകൊണ്ട് ഇതിങ്ങനെ കുത്തിയിട്ടിട്ട് ഇങ്ങനെ ലൈറ്റ് കത്തും. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ എന്റെ വണ്ടി തൂക്ക് തുടക്കണ്ട. അടങ്ങി ഇരിക്കത്തില്ല, അടങ്ങി. ചെറുതാ വെള്ള ഉടുപ്പിൽ തന്നെ ലിപ്സ്റ്റിക് പറ്റിയിട്ട് എന്നെയൊന്നും പറഞ്ഞേക്കരുത്. വെള്ള ഉടുപ്പിട്ടോ, അത് തിരിച്ച് നിങ്ങൾ നോക്കിയോ വീട്ടിൽ തിരിച്ചു കയറുമ്പോ ഏത് കോലത്തിലാന്ന്. ഇല്ലാത്ത എല്ലാ അഴുക്ക്, മാളിലെ അഴുക്ക്. 9 മണിയായേ, 10 മണിയാകുമ്പോ എല്ലായിടും അടച്ചു തുടങ്ങും. സത്യം. എനിക്ക് ഫുഡ് ഞാൻ വീട്ടിൽ നല്ല ചോറും ചിക്കൻ കറിയൊക്കെ നേരത്തെ എല്ലാം കഴിച്ചു. ഞാൻ ഇച്ചിരി ഡയപ്പർ കത്തിക്കുണ്ടായിരുന്നു എനിക്ക്. അതും കുറച്ച് കാർബോർഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കത്തിച്ച് കുളിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് തിന്നാൻ പറ്റിയില്ല. അവനെ തിന്നില്ല. അമ്പൂട്ടനും തിന്നില്ല. അമ്പൂട്ടൻ ഞാൻ തിന്നാലെ തിന്നു. അവന് ചിക്കൻ കറി എങ്ങനെ ഉണ്ടായിരുന്നു? ചിക്കൻ കറി അടിപൊളിയായിരുന്നു. പച്ച ചിക്കനാ ഉദ്ദേശിച്ചത്, പക്ഷെ വന്നപ്പോ മഞ്ഞ ചിക്കൻ. എന്റെ കാലെ ചുരണ്ടിട്ടേ അടിപൊളി എന്ന് പറയാൻ. അടിപൊളിയല്ല, എങ്ങനെ ഫ്ലേവർ എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പച്ച കളർ വെക്കാൻ നോക്കിയത്, പക്ഷെ പച്ച ആയില്ല, ചുമന്ന് പോയത്. അല്ല, മഞ്ഞയും പച്ചയും കൂടി അമ്മ പറഞ്ഞ അത് ചേർന്നൊരു കളറായിരുന്നു. നമ്മളങ്ങനെ ലുലുമാളിലെത്തി, നമ്മളെ തറവാട്ടിൽ, സ്വന്തം തറവാട്. ഓഹോ, അപ്പൊ ഈ യൂസഫ് അലി സാറ് ഏട്ടന്റെ ആരായിട്ട് വരൂ? ഇത്രയും ജോലിക്കാരാണല്ലേ ഇവിടുത്തെ ഈ ബൈക്ക്? ഇതെല്ലാം ജോലിക്കാരുടെ അല്ലേ? വണ്ടി ഒന്ന് കഴുകണം. എന്തൊക്കെയാ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ വണ്ടി. സമയം കിട്ടില്ല. ടൂറിസ്റ്റ് ബസ് ഇട്ട് കോമ്പറ്റീഷൻ, ക്രൗൺ റോയല്, തണ്ടർ ബേർഡ്, കർണൻ. ഈ ടൂറിസ്റ്റ് ബസ് ഫാൻസ് ഉണ്ട്. പണ്ട് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന നേരത്തുണ്ടല്ലോ, ഈ ടൂറിസ്റ്റ് ബസ് തെരഞ്ഞെടുക്കാൻ വേണ്ടി നടക്കുമായിരുന്നു. ഞാൻ പോയിട്ടില്ല, എന്റെ കൂട്ടുകാരന്മാരൊക്കെ. നമുക്ക് പാട്ടിടണം, നല്ല ഇടിച്ചുള്ളി പാട്ടൊക്കെ കേൾക്കണം, പോകണം. അത്രേ ഉള്ളൂ. നമുക്ക് നല്ല ഫുഡ് കഴിക്കണം. സത്യം പറഞ്ഞാലേ നമ്മൾ തന്തവൈബ് എന്നൊക്കെ പറഞ്ഞാലേ ഇപ്പൊ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കയറി തുള്ളുവോ? ഏട്ടൻ തുള്ളുവോ? ഞാൻ തുള്ളും. എനിക്കൊരു അവസരം കിട്ടിയ എന്ത് പരിപാടിയും കഴിയും. അല്ല, അങ്ങനല്ല, അവസരം കിട്ടിയ ഞങ്ങക്ക് തുള്ളു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സൈഡിൽ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണത്തേ ഉള്ളൂ. ഇപ്പൊ ആ ഒരു മൈൻഡ് ഒക്കെ അങ്ങ് മാറി. തള്ളവൈവായി പോയി. എന്ത് ചെയ്യാനാ? നമ്മളെല്ലാ ട്രിവാൻഡ്രം നമുക്ക് എല്ലാവരും ഒരു ടൂറിസ്റ്റ് ബസ് യാത്ര പോയാലും എന്ത് പറയും? നമുക്ക് എങ്ങോട്ട് പോകണം? നിങ്ങളെല്ലാരും നമ്മളെ വരുന്ന കുറച്ച് ആൾക്കാർ, നിങ്ങൾ ഉൾപ്പെടെ ആര് കമന്റ് ചെയ്യുക? കടയെങ്ങാണോ അടച്ചാ വീട്ടിൽ പോയിട്ട് ഞാൻ പറയുന്ന കൊറിയൻ ഡിഷ് നീ എനിക്ക് ഉണ്ടാക്കി തരണം. തിന്നില്ലേ ചിക്കൻ കറി കൂട്ടി? മോള് തിന്നുന്ന കണക്ക് പറയാൻ കൊറിയൻ ഡിഷ് ഒക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കണം, ഉണ്ടാക്കി തരണം. കട അടക്കത്തൊന്നുമില്ല. അമ്പൂനും വേണം കൊറിയ. അവൻ ചെവി പറഞ്ഞാൽ അടുത്ത് നൂല് തെളിഞ്ഞിരിക്കുന്നു. കണ്ട അത് കമ്പിയാ. പണി കൊടുക്കുക. ഈ ഇടയ്ക്ക് അഡിഡാസിന്ന് വന്ന് ഷൂ വാങ്ങിയേ, എന്നിട്ട് ഇട്ടോണ്ട് വന്ന ചെരുപ്പ് കണ്ടോ? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാ എന്ന് പറഞ്ഞ് മാറിപ്പോയതാ സംഭവം ഓർത്തില്ല. വീട്ടിൽ ഇടുന്ന പോലെ ഇറങ്ങിയിട്ടുണ്ട്.
ചില നേരം ഓർക്കത്തില്ലേ നമ്മള്. അമ്മ ചിരിക്കല്ലേ, 2 ചെരുപ്പിട്ട് വന്നിട്ടുണ്ട്. ഒരു കാലം ഒരു ചെരുപ്പ്, ഒരു കാലം ഒരു ചെരുപ്പ്. പിന്നെ ഞാൻ പറഞ്ഞു ഇത് എന്തോ കാലി കിടക്കട്ടെന്ന്, അപ്പൊ പോയി മാറ്റിട്ടുണ്ടോ, അല്ലാതുണ്ടെങ്കിൽ അത് ഇട്ടോണ്ട് വന്നേനെ. അത് ചില നേരം നമ്മളെ ഓർക്കുന്നില്ല, അതാ. പക്ഷെ ഇത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ ആശ്വസിക്കാം. എളുപ്പത്തിന് വേണ്ടി ഇതൊക്കെ ഇതാ നമ്മുടെ റെസ്റ്റോറന്റ്, നമുക്ക് ഇവിടെ കയറാം. കളർഫുൾ ആയിട്ട് ഇതാണ് പുതിയ റെസ്റ്റോറന്റ്. കൊറിയൻ ഒന്നും എനിക്കറിയത്തില്ല. ഇവിടുത്തെ സ്റ്റാഫിന്റെ യൂണിഫോമില് അവിടുത്തെ അക്ഷരം ഏതോ ജപ്പാനീസോ എനിക്ക് ഓർമ്മയില്ല, അറിയത്തില്ല. അയ്യോ നമുക്ക് അകത്ത് കഴിക്കാം. ഓക്കെ ശരി, കൈ എഴുതുന്നത് ഇപ്പൊ എങ്ങനെ ചോദിക്കും? കൈ കഴുകാതെ വന്നിരിക്കുകയാണോ? ചോദിക്കണോ? വീട്ടിൽ നിന്ന് കൈ എഴുതിട്ട് വന്നെന്ന് പറയാം ആരെങ്കിലും ചോദിച്ചാ. ഇവിടെ ഇരിക്കാം, ഫ്ലവർ ഒക്കെ ഉണ്ടല്ലോ, പുഷ്പിക്കും. താങ്ക് യു. 6 മാം. എടി അത് ഏത് ലാംഗ്വേജ് ആടി? എനിക്ക് അറിയത്തില്ല കേട്ടോ. നീ ഇംഗ്ലീഷ് ചോദിച്ചേ, അത് ഏത് ലാംഗ്വേജ് എഴുതിയിരിക്കും? Which language is this? Which language is this in your shirt printed? Japanese. Okay. സവാട്ടിക. അതെന്താ അർത്ഥം? കേട്ടിട്ടുണ്ട്. ചോദിച്ചു അടിയിട്ട്. കൊള്ളാം കേട്ടോ, മെനു ഒക്കെ ഫുള്ള്. ഈ മീൻ കാണൂടെ? ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ജാപ്പനീസിൽ ഒരു പേര് കേട്ട ഹോട്ടലായിരിക്കും ഇതിന്റെ ബ്രാഞ്ച് ഇവിടെ തുടങ്ങി. അപ്പൊ നമ്മുടെ ഇവിടുത്തെ എന്തെങ്കിലും ബ്രാഞ്ച് ജാപ്പാനീസിലുണ്ടോ, ജപ്പാനിലുണ്ടോ? പിന്നെ രായണ്ണന്റെ തട്ടുകട. നീ ഇതൊക്കെ ചോദിച്ചാൽ ഞാൻ പോയിട്ടുണ്ട്, ഇന്ത്യ വിട്ട് ഒരു സ്ഥലത്തും പോയിട്ടില്ല. പിന്നെ പോയിട്ടുണ്ട്, എല്ലായിടത്തും പോയിട്ടുള്ള ആളാ. ആദ്യം നമുക്ക് വല്ല ഓർഡർ ചെയ്തിട്ട് ഞാൻ നമുക്ക് പടം കണ്ട് ഓർഡർ ചെയ്യാം. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ജാപ്പനീസ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോന്നെ. യെസ്, അറിയത്തില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര സ്പൈസി ആകുമ്പോ എനിക്ക് തിന്നാൻ പറ്റൂല, സോറി. ഇവരുടെ മെനു തന്നെ ഭയങ്കര വെറൈറ്റി ആട്ടോ. എന്ന് വെച്ചാൽ ഒരു വലിയ ബുക്ക്ലെറ്റ് തന്നെ ഉണ്ട് ഇവരുടെ മെനു. അച്ഛൻ ഒന്ന് കൊറിയൻ ആവട്ടെ, നീ ഒന്ന് മാറാൻ പോ, ശല്യം ചെയ്യല്ലേ അച്ഛനെ. എടി നമുക്ക് ഇത് പറഞ്ഞാലോ, ഇതാകുമ്പോ നല്ല പടവോ, കളർഫുൾ അതാണ്ട്. ബ്രോയുടെ പേര് ആനന്ദ്. ഇതൊരെണ്ണം പറഞ്ഞു കേട്ടോ. ഇത് എനിക്ക് തായ്ലൻഡില് എനിക്ക് പട്ടായിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ സോളോ പോക്കോ, പിന്നെ ഞാനും അമ്പൂട്ടിനും കൂടെ വരാണ്. അതെന്തൊരു സോളോടി? അങ്ങനത്തെ സോളോ ഏട്ടനുള്ളൂ, വേണേ ഫ്ലൈറ്റിൽ അടുത്തടുത്തിരിക്കണ്ട. അതെന്തൊരു മാങ്ങാത്തൊരു ഏട്ടൻ മുന്നേ ഞങ്ങൾ പുറകെ നടക്കാം. ഇതേ പട്ടായ നൂഡിൽസ് ആണ് കേട്ടോ, പട്ടായ നൂഡിൽസ്. പീനട്ട് ഒക്കെ വരുന്ന ഐറ്റം എന്നാണ് പറഞ്ഞത്. കമ്പ് കൊണ്ടുവന്ന് അമ്മ പറയുന്നത് ലോഡിങ്ങാരെ വിളിക്കുന്നത്, കമ്പം തടിയൊക്കെ ആയിട്ട്. ഇത്രയും ഫുഡ് പറഞ്ഞിട്ട് തിന്നാൻ പറ്റത്തില്ല. മുഴങ്ങി ഇല്ലേ ചട്ടമ്പി ചോപ്സ്റ്റിക്ക് വെച്ച് ഞാൻ കിഴിഞ്ഞ അടി 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 ചോപ്സ്റ്റിക്കിന് അടി, ചോപ്സ്റ്റിക്കിന് അടി, അടി 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 അടി. കുഞ്ഞു കയ്യിൽ അടിച്ചല്ലേ? തിന്നുന്ന കയ്യിലെടുത്ത് പിടിച്ചാന്ന് നോക്കട്ടെ. അല്ല പിന്നെ കഴിക്കണ്ടേ, ഇത് മനുഷ്യർ കഴിക്കാൻ പാടില്ല. ഇത് നമ്മളെ ഓരോ സ്ഥലത്ത് നമ്മൾ ആ രീതിയിൽ വേണം ഫുഡ് കഴിക്കാനായിട്ട്. അതെങ്ങനെയാണ് ഈ ചോപ്സ്റ്റിക്ക് വെച്ച് എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്? എങ്ങനെയാണെങ്കിലും തിന്നാം. 2 കോല് കൊണ്ട് തന്നിട്ടുണ്ട്, ആ കോല് വെച്ച് നമുക്ക് എങ്ങനെയുള്ളത് തിന്നാം. ഇത് വൻ കോമഡി. യൂട്യൂബ് ഗൂഗിളിൽ നോക്കിത്താ, ലവ അറിഞ്ഞ് പൊളിക്കും കേട്ടോ. എന്റെ പൊന്ന്, എന്തോ പവറിനെ അടിക്കുന്ന അടി. ഫുഡ് കൊണ്ടുവരുന്നില്ല അവര് താമസം ഭയങ്കര. വലിച്ചു. പിന്നെ ആ പ്ലേറ്റിനാണ് 2000 രൂപ കേട്ടോ. എനിക്ക് വയ്യ. എല്ലാരും ബ്ലാക്ക് ആൻഡ് ഗോൾഡ് തീം എല്ലാം കൊള്ളാം കേട്ടോ ഗൈസ്, നല്ല പ്രീമിയം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ചോപ്സ്റ്റിക് ആണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് കേട്ടോ. ഇതൊരു അണ്ടാവുണ്ടല്ലോ ഗൈസ്. ഓ ഫ്രാഷാംബ്രോട്ട്. ടേസ്റ്റ് ചെയ്ത് നോക്ക്, നീ ടേസ്റ്റ് ചെയ്ത് നോക്ക്, നീ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എങ്ങനുണ്ട്? അടിപൊളി, കൊള്ളാമോ? അവര് എരിയുണ്ടെന്ന് പറഞ്ഞിട്ടോ. ഇഞ്ചിയൊക്കെ അങ്ങ് അരിഞ്ഞിട്ടേക്കുക. ഇഞ്ചി അരിഞ്ഞിട്ടേക്കുന്നു. അപ്പൊ അത് കടിക്കുമ്പോ ഒരു എരിയുണ്ട്. നല്ല ഫ്ലേവർ ഉണ്ട്, മധുരമുണ്ട്, എരിയുണ്ട്, പുളിയുണ്ട്. ഇല്ലേ? എങ്ങനെയുണ്ട്? തണുപ്പ്. എനിക്ക് തോന്നുന്നു ഇത് ഒരെണ്ണം 200 രൂപ 300 രൂപ എങ്ങാണ്ടാണ്. പക്ഷെ ആ പൈസക്ക് വെറുത്താ, കാരണം 3 പേർക്ക് കുടിച്ചിട്ടും അതിനകത്ത് ഇനിയുണ്ട്. നമ്മുടെ സാധനം അവിടെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ പേരെന്തുവായിരുന്നു? പേരും മറന്ന. റാമേൻ. ഇതിന്റെ പേര് നമ്മളെ പട്ടായ നൂഡിൽസ്.
സ്പൂണല്ല വരത്തില്ല പറ്റത്തില്ല അയ്യേ അത് ശരിയാവത്തില്ല അമ്മ. നാണക്കേടാ, എല്ലാരും നോക്കും, നമ്മൾ അത് വെച്ചേ കഴിക്കാവൂ. നമ്മൾ വലിയ ടീംസ് ആണ്, അവർക്ക് അറിയണം. അതെ, പ്ലേറ്റ് ഒക്കെ വെച്ച് ഫസ്റ്റ് റാമൻ കഴിക്കാം. ആ, അവര് വിളമ്പി തരും കേട്ടോ, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇവിടെ മൊത്തം ആവും. ഇവരാരും ഇത് വെച്ച് തിന്നാൻ സമ്മതിക്കുന്നില്ല കേട്ടോ എന്നെ. അല്ല, ഇത് സൂപ്പർ. അത് സ്പൂൺ വെച്ച് കുടിച്ചോ, കാരണം ഒരു സ്പൂൺ കൂടെ തന്നെയല്ലേ. നമ്മൾ 24 hours കൊറിയൻ ചലഞ്ച് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ട്. പക്ഷെ നല്ലതായിരുന്നു. ഫസ്റ്റ് ടൈം ഗൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഓവർ സ്പൈസി അല്ല, മൈൽഡ് ഫ്ലേവറാ. പുള്ളി പറഞ്ഞായിരുന്നു ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതാണ്, ഭയങ്കര അങ്ങനെ ഓയിലോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല, ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെടും, നമ്മൾ ഇഷ്ടപ്പെടാത്ത ടേസ്റ്റ് ഒന്നും അല്ല, നല്ല രസമുണ്ട്. ഇവിടെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ടേബിളൊക്കെ തുടങ്ങി ഇഷ്ടപ്പെട്ടതിന് സ്റ്റിക്ക് വെച്ച് തന്നെ എടുക്കണം. ഇത് എന്ത് വില കൊടുത്തു എനിക്ക് പഠിക്കണം. യൂട്യൂബിൽ ഉണ്ട് ഇതിന് ട്യൂട്ടോറിയൽ. അത് പ്രോൺ ആണ് ഏട്ടാ. പ്രോൺസ് ഹോൾഡ് ചെയ്തു. നമുക്ക് ഇങ്ങനെ എടുക്കാം, പക്ഷെ ലെഫ്റ്റിലേക്ക് അല്ലാതെ റൈറ്റിലേക്കാണ് ടേൺ ചെയ്യണ്ടേ. ഇതിപ്പോ ഇത്ര കിട്ടിയതല്ലേ. ആ കുഴപ്പമില്ല, സപ്പോർട്ട് ചെയ്. ആമയെന്ന് പറയണം. അങ്ങനെ പഠിപ്പിച്ച് താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. അങ്ങനെ നീണ്ട പരിശ്രമത്തിലൂടെ നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ച് അത് നേരെ ഇങ്ങനെ ലോക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇത് അറിയാന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. മിടുക്കി. എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ട്? അടിപൊളി, കൊള്ളാല്ലേ. തിന്നണമെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് തിന്നാ മതിയേ. ഇനി അമ്മ തിന്നു, എല്ലാം മനസ്സിലായി അമ്മക്ക്. ഇത് നല്ല സാധനം കേട്ടാ, ഇത് പ്രോൺസ് ഉണ്ട്, നല്ല സ്വീറ്റ് കിട്ടില്ല സാധനം. ഇതൊരു ആവറേജ് അങ്ങനെ, ഇത് പുള്ളി പറഞ്ഞിരുന്ന ആൾറെഡി വലിയ ടേസ്റ്റ് കാണില്ല, അതായത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതാണ്, ഒരു ഹെൽത്തി ഓപ്ഷൻ ആണ്. പക്ഷെ ഇത് മസ്റ്റ് ട്രൈ, ഇത് സൂപ്പർ സാധനം, ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. എന്തോ ഫ്ലേവർ ആണ്, അടിപൊളി കേട്ടോ. ഇതെന്ത്, ഇത് ചിക്കൻ ആണോ? ചിക്കന്റെ ബ്രസ്റ്റ് പീസാ. ഇതാ സൂപ്പർ, അത് പറഞ്ഞായിരുന്ന. ഇതൊരു മൈൽഡ് ഫ്ലേവറാ. അങ്ങനെ ചേട്ടന്റെ പേരെന്തായിരുന്നു? അയ്യോ മലയാളം സാറി. കുംബാവു ചിക്കൻ. ഓ, അതിന്റെ കൂടെ റൈസും ഉണ്ട് കേട്ടോ. കാണാ ചോറ്, അമ്മൂടെ ചോറ് കിട്ടി. ചിക്കൻ റൈസ്. ഇവര് ചോറ് വെന്തളിയും കേട്ടോ ഇവരെ റൈസേ. നമ്മളങ്ങനെ വീട്ടിൽ ചോറ് ഇച്ചിരി വേവിച്ചു കൊടുത്താ തിന്നോ? ഹോട്ടലിൽ കണ്ടില്ല അറിയല്ലേ. അമ്മ ചോപ്സ്റ്റിക്ക് പഠിച്ചു കേട്ടോ. അയ്യോ എനിക്ക് വയ്യ. പരിഷ്കാരി പഠിച്ചു. അല്ല, നുള്ളി കഴിക്കുക, ഓരോ കൊച്ചുങ്ങൾ കഴിക്കുന്നില്ല, പൊടി പിള്ളേർ കഴിക്കുന്നു. കുമ്പുച്ച ചിക്കൻ വന്നിട്ടുണ്ട്. അയ്യോ കുമ്പുച്ചയോ, കുംബാവു ചിക്കനാ. കുംബാവു ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ലെറ്റ്സ് ടേസ്റ്റ്. അതിനകത്ത് നമ്മുടെ ഇത് കൊണ്ടുണ്ട്, വറ്റൽ മുളക്, സ്പ്രിംഗ് ഒണിയൻ, പിന്നെ കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്, പിന്നെ എന്തൊക്കെ സോസൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം മധുരം. അവര് ഹണി ചേർക്കും കേട്ടോ എല്ലാത്തിലും. ഇത് കുറച്ച് ഉപ്പ് കൂടിയോന്ന് പറയുന്നത്, സോൾട്ടി ആയിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? മധുരം ഉണ്ട്, ഉപ്പും ഉണ്ട്. ഉപ്പില്ലേ, ഉപ്പ് കൂടുതലില്ലേ? ആണോ? ഞാൻ പറഞ്ഞു എനിക്ക് ഉപ്പ് കൂടുതലുണ്ടോ എനിക്ക് തോന്നുന്നു. ഉപ്പ് ഞാൻ ഇനി കൈ വെച്ച് തിന്നെ, എന്തെങ്കിലും നാണക്കേടുണ്ടോ? ഞാൻ പറഞ്ഞു നമ്മുടെ കൈ, നമ്മുടെ കാശിന് നമ്മൾ വാങ്ങിച്ചു കൈ കൊണ്ട് കഴിക്കുന്നത്. ഞാനും കൈ കൊണ്ട് കഴിക്കുക, ഒരാളെ തുടങ്ങിടാൻ വേണ്ടി ഇരുന്നതാ. ഇനി വേണം എനിക്ക് തുടങ്ങാൻ. റൂളിട്ടാളാ ഞാൻ തെറ്റിച്ച്. ഇവിടെ ഒരാള് സ്ട്രോയില് മൊത്തം കുടിക്കുക കേട്ടോ. മലയാളികൾ എവിടെ ചെന്നാലും മലയാളികൾ ഇങ്ങനെ കുടിക്കുന്ന വേറൊരു ഫീല്. കഞ്ഞിയൊക്കെ പഴകഞ്ഞി കുടിക്കുന്ന ഒരു ഫീല്. പാത്രം കൊള്ളാം. ചിക്കൻ ബ്രസ്റ്റ് പീസ് അല്ല, ചമ്മന്തി അയലക്കറി ആയിട്ടൊക്കെ ഇളക്കി തിന്നുന്ന പോലെ.
നമുക്കതേ പറ്റൂ. ഇങ്ങനെ തിന്നുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയില്ലേ? സത്യം കൈ കൊണ്ട് ഇങ്ങനെ ആൾക്ക് തിന്നുമ്പോ ഒരു പ്രത്യേക രുചിയല്ലേ? വയറ്റി ചെല്ലുന്ന കൈ അറിയണം. അതൊക്കെ കൊള്ളാലോ ആ തത്വമൊക്കെ. ഗൈസ്, ഇനി നമുക്ക് ബില്ല് വന്നു. ബില്ലിനെ പറ്റി സംസാരിക്കാം. ചില്ലി ചിക്കൻ റാമേൻ, അതായത് നമ്മുടെ ഈ സാധനം, അതിന് 549 രൂപ. പാഡ് തായ് ചിക്കൻ, അത് തായ് നൂഡിൽസ് എന്നല്ല, പാഡ് തായ് ചിക്കൻ എന്നാണ്. അതിന് 419 രൂപ. പാഷൻ ഫ്രൂട്ട് ഒരെണ്ണം 375 രൂപ. പക്ഷെ ഇത് 375 ഇത് വർത്താണ് കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, 4 പേർക്ക് കുടിക്കാം. 4 പേർക്ക് കുടിക്കാം. അപ്പൊ നമ്മൾ 4 പേർക്ക് ഒരു ജ്യൂസ് പറഞ്ഞാലും അതിൽ കൂടുതലാവും. അപ്പം അത് പിന്നെ കുങ് പാവോ ചിക്കൻ 459 രൂപ. ഇത് എനിക്ക് അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല. ഇത് ഫുള്ള് കപ്പലണ്ടിയൊക്കെ ആയിട്ട് എനിക്ക് അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര പിന്നെ സോൾട്ടി ആയിരുന്നില്ലേ, ഭയങ്കര ഉപ്പായിരുന്നു. പിന്നെ അത്രേ ഉള്ളു കൈസ്. അപ്പൊ എല്ലാം കൂടി നമുക്ക് GST ഉൾപ്പെടെ 1892 രൂപയായിരിക്കുകയാണ്. പ്രൈസ് കുഴപ്പമില്ല. ഞാനും പിന്നെ ലുലുമാളിലാണ്, അത്യാവശ്യം നല്ല സ്പോട്ടാണ്. നമുക്ക് ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യാം. കൊറിയൻ അങ്ങനല്ല, അവിടെ അമ്മൂട്ടിനും അമ്മയും കൂടി ഇരിക്കുന്നു. എപ്പോഴും നോക്കണം. 1 വയസ്സൊക്കെ ആവുമ്പോഴേ പിള്ളേർക്ക് എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ വീണ് മുറിഞ്ഞ് ചോര വരുമോ എന്തെങ്കിലും ഒന്ന് വരും. അത് 1 വയസ്സാകുമ്പോ അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഉണ്ട്. ബർത്ത്ഡേ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പനി വശമൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി എക്സ്ട്രാ കെയർ. എനിക്കൊരു പേടിയാതുണ്ട്. കളിപ്പാട്ടൊക്കെ വാങ്ങാറായ നീ? ഇത് ഏത് വണ്ടി? ഇത് റേഞ്ചർ റോവർ, അതൊക്കെ ഇപ്പോഴും എടുക്കാറായ? അവന്റെ ഞാൻ കൊടുത്തേ. എങ്ങനെ ഈ പിള്ളേർക്ക് ഈ വയസ്സിലെ വണ്ടിപ്രയം വരുന്ന ആൺപിള്ളേർക്കില്ലേ? ഗൈസ്, വേറൊരു സാധനം വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഹൈലക്സ്. എന്റെ മോനെ, ഹൈലക്സ് 2000 സംതിങ്. റോക്കി ബോയ് ഇരുണ്ടായിരിക്കും കാടിന്റെ. അത് അവൻ എടുക്കാതെന്താ? എടുക്കുന്നത് ഡിഫൻഡർ, മുതുക്ക് സൈസ് ഡിഫൻഡർ. ഇതൊക്കെ റിമോട്ട് എത്ര? 8,000 ആണോ? ശരി, നീക്കി വെച്ചോ. ബാ, ഏത് വണ്ടിയാ കിടക്കുന്നേന്ന് നോക്കടി. എന്തെങ്കിലും കളിപ്പാട്ടം, മെറ്റലിന്റെ കളിപ്പാട്ടം ഉണ്ടല്ലോ, കളിപ്പാട്ടം കണക്ക് കിടക്കും. നമുക്ക് സൂപ്പർ സാധനം. ഇതെങ്ങനെയാ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നത്? അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയ വണ്ടി സൂപ്പറാണ്. ചെറിയ ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. സ്ക്രാച്ച് അല്ല, പിന്നെ തുരുമ്പൊക്കെ ഉണ്ട്. AC ഒന്നും ഇല്ലേ? AC ഒന്നും ഇല്ലേ? ഇതിൽ AC ഇല്ല. ഇതിൽ AC വരത്തില്ല. ഇതിൽ AC വരുന്ന മോഡലാണോന്ന് അറിയാൻ വയ്യ. ഇതിൽ AC ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് കൊറിയൻ കുത്തുന്ന നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി ഒരു ഫുഡ് വീഡിയോ സുഹൃത്തുക്കളെ. അപ്പൊ നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോയുടെ വെച്ച് അതിന്റെ ചെയ്യണം. അമ്പു ബൈ 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 കൂടെ എല്ലാവർക്കും ബൈ ബൈ കൂടെ എല്ലാവർക്കും ബൈ ബൈ കൂടെ. അപ്പോൾ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പിന്നെ ഇതിലുള്ള വെറൈറ്റി ബൈ.